എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കോട്ടയംകാരുടെ സ്പെഷ്യൽ പലഹാരമായിട്ടുള്ള ചുരുട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അധികം താമസിയാതെ ഈ ചുരുട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള അവലൂസ് പൊടി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അരിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചരി കുതിർത്ത് പൊടിച്ചിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ പുട്ടുപൊടിയുടെ പരുവത്തിന് വേണം അത് പൊടിക്കാനായിട്ട്. ഇനി ഇതിലേക്കൊരു 1 കപ്പ് മുതൽ നിങ്ങൾക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചിരകിയത് എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നോ അത്രത്തോളം ഇതിന് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് കൂടിപ്പോരുത്. പിന്നെ ഇതിലേക്ക് നമുക്ക് മണത്തിന് ആവശ്യമായിട്ടുള്ള ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവലൂസ് പൊടിയിൽ പിന്നെ ചേർക്കുന്നത് എള്ളാണ്. 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവലൂസ് പൊടിക്കിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് എടുത്ത് ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ അവലൂസ് പൊടി തയ്യാറാക്കുന്ന പോലെ ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇടവിടാതെ ഇത് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മുടെ അവലൂസ് പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് അവലൂസ് പൊടിയുടെ റെസിപ്പി ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്തിട്ട് അവലൂസ് പൊടിയായിട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചുരുട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ട്. അപ്പോൾ ഈ അവലൂസ് പൊടി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മാവാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതായത് ചുരുട്ടിൻ്റെ പുറം ഭാഗത്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദയും 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അരിപ്പൊടി മാത്രം വെച്ചിട്ടും ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് പത്തിരിക്ക് കുഴയ്ക്കുന്ന പോലെ ഇത് കുഴച്ചെടുക്കാം. ഇനി അതല്ല നിങ്ങൾ മൈദ കൂടി ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തണുത്ത വെള്ളം വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ മാവ് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചപ്പാത്തി പോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര പാനിയാക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവലൂസ് പൊടി ഈ പഞ്ചസാര പാനിയിലിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം വെച്ചിട്ട് ഇതൊന്ന് പാനിയാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് 1 നൂൽ പരുവമാണ്. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര പാനിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പഞ്ചസാര ക്രിസ്റ്റലൈസ് അത് കട്ടിയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര 1 നൂൽ പരുവായിട്ടുണ്ട്. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മാവ് ചപ്പാത്തിയുടെ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് പരത്തുന്നോ അത്രയും നല്ലതാണ്. നമ്മൾ 6 ചപ്പാത്തിക്കുള്ളത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അരിപ്പൊടി വിതറിയിട്ടാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. മൈദ അല്ല, അരിപ്പൊടി തന്നെ വിതറുക. അപ്പോൾ വളരെ തിന്നായിട്ട് ഓരോ ചപ്പാത്തിയും നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ. ഇനി നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം നമ്മൾ 2 സൈഡ് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് ബ്രൗൺ നിറം ആക്കുന്നത് വരെ ഇത് നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വൈറ്റ് നിറം ഒന്ന് നിലനിർത്തിക്കൊണ്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ അരിപ്പൊടി മാത്രം എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വൈറ്റ് കളറിലിരിക്കും. ഇതിപ്പോൾ മൈദ കൂടി ചേർത്തിരിക്കുന്ന കാരണമാണ് ലൈറ്റായിട്ട് കുറച്ച് ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവലൂസ് പൊടിയിൽ നിന്നും ഒരു 6 ടേബിൾ സ്പൂൺ അവലൂസ് പൊടി നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലാണ് നമ്മളിനി പഞ്ചസാരയുടെ സിറപ്പിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഒരു പഞ്ചസാര പാനി ഇപ്പോൾ ചൂടോട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് ചൂടോട് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക. മുഴുവനും ഒഴിക്കരുത്, കുറച്ചൊന്ന് മാറ്റി വെക്കണം. നമുക്ക് ഫില്ല് ചെയ്യുമ്പോൾ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂടോടെയുള്ള ലായനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല
ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മളുടെ ചുരുട്ടിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്. അപ്പോൾ നമുക്കിത് ചുരുട്ട് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഉണ്ട്. അപ്പോൾ ആ 6 എണ്ണം ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇതിപ്പം സർക്കിൾ, അതായത് റൗണ്ട് ഷേപ്പിലാണ് ഉള്ളത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ചുരുട്ട് ഉള്ളത് ഒരു കോണിൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിപ്പോൾ രണ്ടായിട്ട് മുറിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ സിറപ്പ് ഇതിൻ്റെ വശങ്ങളിലായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ നാരങ്ങാനീര് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ക്രിസ്റ്റലൈസ് ആയി പോവില്ല ഈ ലായനി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നാരങ്ങാനീര് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ 4 സൈഡും എല്ലാ സൈഡും ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ മടക്കുക. ഇതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവലൂസ് പൊടിയുടെ ആ മിക്സ് ഇതിലേക്ക് നിറയ്ക്കാം. അപ്പോൾ നമ്മൾ കൈവച്ചിട്ട് തന്നെ ഇത് കുറേശ്ശെ എടുത്തിട്ട് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡിലേക്കും കുറച്ച് സിറപ്പൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു അവലൂസ് പൊടിയുടെ കൂട്ട് നല്ല ചൂടോടെ തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര ഒരു നൂൽപ്പരുവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കട്ടിയാകും. അപ്പോൾ ചൂടോടെ തന്നെ എല്ലാം ഇപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഈ ഒരു സ്നാക്ക് നമ്മൾ 3 ദിവസം വരെയൊക്കെ പുറത്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് സമയം കഴിയുന്തോറും കുറച്ചുകൂടെ ഹാർഡായിട്ട് വരുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സ്നാക്ക് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്